ഓക്കെ, വീഡിയോ നമ്പർ 8. വീഡിയോ നമ്പർ 8 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈൻഡിങ് പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഉദാഹരണത്തിന് ഫംഗ്ഷൻ ഓഫ് ഡി ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. വലതേ സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡ് ഫംഗ്ഷൻ ഈസ് എക്സ് റേസ് ടു എൻ ടൈപ്പ്. വലത്തെ സൈഡിൽ എക്സ് റേസ് ടു എൻ വരികയോ അല്ലെ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സൈൻ എ എക്സ് വരികയോ അല്ലെ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സം ഫംഗ്ഷൻ ഓഫ് എക്സ് വരികയോ ചെയ്യുമ്പോൾ ഈ സ്റ്റേജുകളിലൊക്കെ ഈ എങ്ങനെയാണ് ഈ ടൈപ്പ് നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ സോൾവ് ചെയ്യുക, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കുസാറ്റിലെ കുട്ടികൾ ചില ആൾക്കാർക്ക് മലയാളം അറിഞ്ഞൂടാ. ഓക്കെ, എന്നെക്കൊണ്ട് പറ്റാവുന്ന രൂപത്തിൽ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇങ്ങനെ പറയാം. ഇപ്പോൾ മലയാളം സ്റ്റുഡൻസ് മലയാളം അറിയുന്ന കുട്ടികൾക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, in this video, in video number 8, we are going to study about how to solve a non-homogeneous equation, and here in this video we are finding the particular integral. Particular integral of the type f of d is equal to, if the right hand side of the non-homogeneous equation is x raised to n or e raised to ax into sin ax or e raised to ax into function of x. How to find the particular integral when these type of functions came on the right hand side of the non-homogeneous equation. Okay, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ട്രിക്ക് നമ്മൾ പഠിക്കണം. ഇതെല്ലാം ഞാൻ സിമ്പിളായിട്ട് ഷോർട്ട് കട്ടിലാണ് പറയുന്നത്. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അതിൽ തന്നെ നമുക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. പെർമ്യൂട്ടേഷൻ എന്ന് കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് വേണം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ NCR എന്ന് പറയാം. ഇത് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. കോമ്പിനേഷൻ NCR. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ വേണ്ടൂ. ഇപ്പോൾ ഉദാഹരണത്തിന് 5C2, ഇവിടെ N 5 ആണ്, R 2 ആണ്. ഓക്കെ, NCRൽ ഇതിൻ്റെ യഥാർത്ഥത്തിൽ മീനിങ് എന്ന് പറയുന്നത് 5 വസ്തുക്കളുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒരു 5 സ്റ്റുഡൻസ് ഉണ്ട് ഒരു ക്ലാസ്സിൽ. ആ സ്റ്റുഡൻസിൽ നമ്മൾ 2 ആൾക്കാരെ ഒരു സ്കൂളിലുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാൻ സെലക്ട് ചെയ്യണമെന്നായിരിക്കും. അപ്പോൾ 5C2 എന്ന് പറയുക. 5ൽ നമുക്ക് ഏത് 2 പേരെയും സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ 10 ആളിൽ നിന്ന് 2 ആളെ സെലക്ട് ചെയ്തെങ്കിൽ 10C2, 10 ആളിൽ നിന്ന് 5 ആളെ സെലക്ട് ചെയ്തെങ്കിൽ 10C5. ഓക്കെ, ഇപ്പോൾ 5 ആളിൽ നിന്ന് 2 ആൾ സെലക്ട് 5C2 എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണുന്നതാണ്, ഒരു വര എങ്ങനെ ഇടുക, എന്നിട്ട് 5 ഇവിടെ 2 എന്ന് പറഞ്ഞ നമ്പറിലുള്ള. അപ്പോൾ നമ്മൾ 5 ആദ്യം എഴുതിയിട്ട് 5 ഗുണിക്കണം 4, താഴോട്ടേക്ക് 2 നമ്പർ എഴുതുക. 2 എന്നുള്ള നമ്പറുണ്ട്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുകളിലോട്ടേക്ക് 2 നമ്പർ എഴുതുക. ഇതിന് ആൻസർ എത്ര എഴുതുക നോക്കുക. വെട്ടിപ്പോയി. 5 × 2 10. ഇതാണ് 5C2. ഇനി നമ്മൾ 10 ആളിൽ നിന്ന് ഞാൻ 3 ആളെയാണ് ക്രിക്കറ്റ് കളിക്കാൻ സെലക്ട് ചെയ്യുന്നത്. 10 ആളുണ്ട്, 3 ആൾ ചെയ്യുന്നത് 10C3 എന്നാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്യുന്നൊരു വര ഇടുക. ഇവിടെ 3 എന്ന് പറഞ്ഞ നമ്പർ അല്ലേ, 3 നമ്പർ 10 എന്ന് എഴുതിയിട്ട് 3 നമ്പർ താഴോട്ടേക്ക് എഴുതുക. 9 × 8, മുകളിൽ 3 നമ്പർ, താഴെ 3 നമ്പർ വരണം, പക്ഷേ താഴെ മുകളിലോട്ടേക്ക് ആയിരിക്കണം. 1 × 2 × 3. ഇത് നമുക്ക് വെട്ടാം. 2 × 5, ഇവിടെ 3 9. ഇനി നമുക്ക് 8 5 40, 3 120. ഇതാണ് ഈ 10C3 എന്ന് പറയുന്ന സാധനം. ഇപ്പം പഠിച്ചല്ലോ കോമ്പിനേഷൻ എന്ന് പറയുന്ന സാധനം. ഇത്ര നമുക്ക് വേണ്ടു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം, 1 + x raised to n എന്ന് പറയുന്ന ഒരു ബൈനോമിയൽ എക്സ്പാൻഷനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുക. എന്താണ് 1 + x raised to n എന്ന് പറയുന്ന ബൈനോമിയൽ എക്സ്പാൻഷൻ നോക്കിക്കോളെ. 1 + NC1 × x + NC2 × x². ഓക്കെ, എക്സെട്ര. ദിസ് ഈസ് ദി ബൈനോമിയൽ ഫോം 1 + x raised to n. എന്താണ് NC1? NC1 = n ആണ്.
ഇതിങ്ങനെ തന്നെ പഠിക്കുക. NC1 = n എന്ന്. NC2 എന്ന് പറഞ്ഞാൽ എന്താ? NC2 എന്ന് പറഞ്ഞാൽ ഒരു വര എങ്ങനെ ഇടുക, n എന്ന് ആദ്യം എഴുതിയിട്ട് അതിൻ്റെ താഴത്തെ നമ്പർ മുകളിൽ n × n-1. 2 എന്നുള്ളത് കൊണ്ട് 1 × 2 മുകളിലേക്ക് എഴുതുക. അപ്പോൾ n × n-1/2. NC3 എന്ന് പറഞ്ഞാൽ ഒരു വര ഇടുക, n എന്ന് താഴോട്ടേക്ക് 3 നമ്പർ എഴുതുക, n × n-1 × n-2. 3 എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴെ മുകളിലോട്ടേക്ക് 3 നമ്പർ എഴുതുക. ഇതാണ് NC1, ഇത് NC2, NC3. ഇനി NC4 എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മുകളിൽ 4 നമ്പർ, താഴെ 4 നമ്പർ വേണം. അപ്പോൾ ഈ NC1 എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, NC2 എന്താണെന്ന് മനസ്സിലാക്കി. ഇത് നന്നായിട്ട് പഠിക്കുക. 1 + x n എന്താ? 1 + NC1 × x + NC2 × x² NC3 × x³ etc. ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് വിശദമായിട്ട് എഴുതാം. 1 + x⁻n നമുക്ക് എഴുതാം 1 + NC1 × x + NC2 × x² NC3 × x³ etc. NC1 എന്ന് പറഞ്ഞാൽ എന്താ? 1 + nx. NC2 എന്ന് പറഞ്ഞാൽ n × n-1/1 × 2 × x². NC3 എന്ന് പറഞ്ഞാലോ, NC3 എന്ന് പറഞ്ഞാൽ n × n-1 × n-2/1 × 2 × 3 x³ etc. ഓക്കെ, അപ്പോൾ ഇതാണ് ബൈനോമിയൽ എക്സ്പാൻഷൻ. ഇത് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ഞാൻ ഒരു ചെറിയൊരു എക്സ്പാൻഷൻ പറയാം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പഠിക്കാം. അപ്പോൾ അതാണ് 1 + d⁻⁻1 ഇങ്ങനെ വന്ന് വിചാരിച്ചു. അപ്പോൾ എക്സിന് പകരം ഇവിടെ d ആണ്, n-ന് പകരം -1. അപ്പോൾ എങ്ങനെ ഉണ്ടാവുക എക്സ്പാൻഷൻ? 1 + NC1 എന്ന് പറയുമ്പോൾ -1 × C1 × x + -1 × C2 × x² etc. ഇതിൽ നമ്മൾ -1 C1 എന്ന് പറയുമ്പോൾ 1 NC1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ട്? NC1 എന്ന് പറഞ്ഞാൽ എന്നാന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ -1 C1 എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? -1 C1 -1 ആയിരിക്കും. n-ന് വരെ -1 അവിടെ, -1 × x + -1 C2 എന്ന് പറഞ്ഞ സാധനം -1 × -1 n × n-1 എന്നല്ലേ, അതാണ് -1 × -1 /1 × 2 × x² etc. ഇങ്ങനെ എഴുതുക. അപ്പം നമുക്ക് കിട്ടുക 1 - x. ഇത് മുകളിൽ എന്തുണ്ടാകുക? -1 × -2/1 × 2 × x². അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും etc. നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. 1 - x, ഇത് -ഉം പ്ലസ് ആവും, 2 2 വെട്ടിപ്പോയി, x² മൈനസ് അടുത്ത ടേം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇത് വളരെ എളുപ്പത്തിൽ, ഇത് എക്സ് അല്ലേ, ഡി ആണ്. ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തെങ്കിൽ എക്സ് ഉണ്ടാവുക. ഇതിനെ ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തതെങ്കിൽ 1 - d + d² - dq etc. ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ എക്സ് ആണെങ്കിൽ ഇങ്ങനെ എക്സ് ടേമിൽ എഴുതുക, y ആണ് ഡി ആണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് മാത്രം അറിയുന്ന സ്റ്റുഡൻസ് study the binomial expansion of 1 + x⁻n. That expansion is 1 + NC1 x NC2 x² etc. അങ്ങനെയാണെങ്കിൽ 1 + d⁻n-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - d + d² etc. 1 - d - d + d² - dq etc. അങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡി ദിസ് എക്സ്പാൻഷൻ ബൈ ഹാർട്ട്. ഓക്കെ, we need this one for solving some problems, non-homogeneous differential equation. Okay, for solving non-homogeneous differential we need this binomial expansion of 1 + d ⁻⁻1. Okay, let us move to next second. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇതും കൂടി പഠിക്കണം. 1 + d⁻⁻1 നമ്മൾ പഠിച്ച്. ഇനി നിങ്ങൾ പഠിക്കേണ്ടത്
This one already we have studied. 1 minus d all raised to minus 1. What is the expansion of 1 minus d all raised to minus 1? 1 minus d all raised to minus 1 നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ടത് നമുക്ക് ഈ സാധനം നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. 1 പ്ലസ് nc1x പ്ലസ് nc2x² പ്ലസ് എക്സെട്ര. അതിവിടെ എഴുതുക. 1 മൈനസ് ഡി റേസ് എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ 1 പ്ലസ് nx nc1 n അല്ലേ, nc2 എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n മൈനസ് 1 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു x² പ്ലസ് n ഇൻറ്റു അങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ച് ചെയ്താൽ 1 പ്ലസ് n എന്ന് പറഞ്ഞാൽ മൈനസ് 1, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിന് പകരം മൈനസ് ഡി ആണ് ഉള്ളത്, മൈനസ് ഡി പ്ലസ് എന്നിന് പകരം മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സിന് പകരം മൈനസ് ഡി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് n ആൻഡ് x. n is minus 1 and x is minus d. Okay, now you get minus 1 into minus d, 1 plus d. This one is minus 1 into minus 2 by 1 into 2 into negative d whole square is d square plus etc. That means this one is 1 plus d, 2 and 2 we can cancel, minus into minus plus 1 plus d square plus next one is d cube plus etc. This is the expansion of 1 plus d 1 minus d whole raised to minus 1. അപ്പോൾ നമ്മൾ രണ്ട് സംഗതികളാണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് 1 പ്ലസ് ഡി ഹോൾ റേസ് ടു മൈനസ് 1 പഠിച്ച് 1 മൈനസ് ഡി ഹോൾ റേസ് ടു മൈനസ് 1. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 1 മൈനസ് ഡി പ്ലസ് ഡി സ്ക്വയർ മൈനസ് ഡി ക്യൂബ് പ്ലസ് ഡി റേസ് ടു 4 alternatively minus n plus. Expansion of 1 minus d all raised to minus 1 is 1 plus d square plus d cube plus d raised to 4 plus etc. All terms are positive. Here alternatively minus n plus. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇവിടെ നെഗറ്റീവും പ്ലസും ആണ് ഓൾട്ടർനേറ്റീവ്ലി വരിക. ഇവിടെ എല്ലാ ടേമുകളും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. ഇനി നമുക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട വേറൊരു കാര്യം, ഒന്ന് രണ്ടെണ്ണം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. 1 പ്ലസ് ഡി റേസ് ടു മൈനസ് 2. ഇത് ഇതേപോലെ നമ്മൾ അറിഞ്ഞുകൂടെങ്കിൽ ഓർമ്മിക്കുന്നില്ലെങ്കിൽ 1 പ്ലസ് എക്സ് റേസ് ടു എൻ എക്സ്, 1 പ്ലസ് എൻ എക്സ് പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സ് സ്ക്വയർ എൻ ഇൻറ്റു എൻ മൈനസ് 1 ടു എൻ മൈനസ് 2 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എസ് ക്യൂബ് പ്ലസ് എക്സെട്ര. അതിവിടെ എക്സിന് പകരം ഡി കൊടുക്കുക, എന്നിന് പകരം മൈനസ് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 മൈനസ് 2d പ്ലസ് 3d സ്ക്വയർ മൈനസ് എക്സെട്ര. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് 1 മൈനസ് ഡി റേസ് ടു മൈനസ് 3. ഇവിടെ എക്സിന് പകരം മൈനസ് ഡി, എന്നിന് പകരം ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 1 പ്ലസ് 3d പ്ലസ് 6d സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെ കിട്ടും. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. നമുക്ക് നോൺ ഹോമോജിനസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ദിസ് വൺ ഈസ് നീഡഡ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ട സാധനങ്ങൾ? ഒന്ന് 1 പ്ലസ് ഡി റേസ് ടു മൈനസ് 1. പിന്നെ പഠിക്കേണ്ടത് 1 മൈനസ് ഡി റേസ്, ഇത് ഇവിടെ ഒന്ന്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഓക്കെ, അങ്ങനെയുള്ളൂ. ഇനി വേറൊന്ന് പഠിക്കേണ്ടത് 1 പ്ലസ് ഡി റേസ് ടു മൈനസ് 2. പിന്നെ പഠിക്കേണ്ടത് 1 പ്ലസ് ഡി റേസ് ടു മൈനസ് 3. ഇത് മാത്രം പഠിച്ചാൽ മതിയായിരിക്കും. കാരണം ഇതിൽ ആൾട്ടർനേറ്റീവ് മൈനസ് പ്ലസും ഉണ്ടാവും, മറ്റേതിൽ ഇവിടെ രണ്ടിടത്തിൽ മൈനസ് ആണെങ്കിൽ എല്ലാ ടേമും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ സാധനങ്ങളും 4 എണ്ണം, 1 2 3 4 ഈ സാധനങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ കൊടുത്തു നോക്കിയാൽ മതി. ഏതിൽ കൊടുത്തു നോക്കിയാൽ മതി? ഈ സാധനത്തിൽ കൊടുത്താൽ മതി. എക്സ് എൻ, അത് ആ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ആ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. ഇനി നോക്കിക്കോ, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. നമുക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. നോൺ ഹോമോജിനസ് സോൾവ് ചെയ്യാൻ പോവാണേ.
നോൺ ഹോമോജിനസ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു നോൺ ഹോമോജിനസ് തന്നിരിക്കുകയാണ്. dy/dx പ്ലസ് y = ഒരു x² എന്നാണ് കിട്ടും. ഇപ്പോൾ നോൺ ഹോമോജിനസിൽ നമ്മൾ ഏതൊക്കെ ടൈപ്പാണ് പഠിക്കാൻ പോകുന്നത്? വലത്ത് സൈഡ് എന്തൊക്കെ ഫംഗ്ഷൻ വരുന്നതാണ്? x⁻n ടൈപ്പ്. പിന്നെ വലത്തെ സൈഡിൽ വരുന്നത് e⁻ax sin ax ആ ടൈപ്പിൽ. പിന്നെ വലത്തെ സൈഡിൽ വരുന്നത് e⁻ax cos ax. പിന്നെ നമ്മൾ പഠിക്കുന്നത് e⁻ax സം ഫങ്ഷൻ ഓഫ് x. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെയാണ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഫംഗ്ഷൻ ഇങ്ങനെയായിരിക്കും. ഇടത്തെ സൈഡിൽ ഒരു ഫംഗ്ഷൻ ഓഫ് ഡി ആയിരിക്കും. ഫംഗ്ഷൻ ഓഫ് ഡി ഇൻറ്റു വൈ. അപ്പോൾ വലത്തെ സൈഡിൽ ഈ ജാതി സാധനങ്ങൾ വരുന്ന സമയത്ത് x⁻n അല്ലെ e⁻x sin x e⁻x cos x e⁻x ഫംഗ്ഷൻ ഓഫ് x ഈ വലത്തെ സൈഡിൽ ഈ ജാതി സാധനങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു നോൺ ഹോമോജിനസ് ഇക്വേഷൻ സോൾവ് ചെയ്യുക? അപ്പോൾ ഞാനിവിടെ ഒരു നോൺ ഹോമോജിനസ് ഇക്വേഷൻ എടുത്തിട്ടുണ്ട്. ആ നോൺ ഹോമോജിനസ് ഇക്വേഷൻ വലത്തെ സൈഡ് എന്ന് പറയുന്ന സാധനം ഇതാ ഈ ടൈപ്പാണ്. അതിൻ്റെ വലത്തെ സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? അതിൻ്റെ വലത്തെ സൈഡ് ഇതാ ഈ ടൈപ്പ് x⁻n ടൈപ്പിലുള്ള സാധനമാണ്. x². ഈ ടൈപ്പ് അല്ലേ? അപ്പോൾ ഇത് ഒന്നാമത്തെ ടൈപ്പ് x² വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും നോക്കിക്കോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിക്കോളേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ dy/dx പ്ലസ് y = x². ഇതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്ത് d/dx പ്ലസ് 1 ഇവിടുന്ന് y ഞാൻ പുറത്തെടുത്ത് ദാറ്റ്സ് x². ഓക്കെ. ഇനി ഇതിന് ഈ സാധനത്തിന് നമ്മൾ പേര് കൊടുക്കുകയാണ് d. അതിനെ നമ്മൾ d എന്നാണ് സാധാരണ വിളിക്കുന്നത്. d + 1 y = x². ഇനി ഇതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ ഓഫ് d. എന്താ ഫംഗ്ഷൻ ഓഫ് d എന്ന് പറഞ്ഞാൽ d അടങ്ങിയ ഒരു ഫംഗ്ഷൻ, അത്രയേ അർത്ഥമുള്ളൂ. ഫംഗ്ഷൻ ഓഫ് d × y = x². ഇനി നമുക്കറിയാം ഇതിൻ്റെ ഇങ്ങനെ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ ഇതിനെ ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. രണ്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഇടത്തെ സൈഡിന് ഒരു സൊല്യൂഷൻ, വലത്തെ സൈഡിന് ഒരു സൊല്യൂഷൻ. ഇടത്തെ സൈഡിൻ്റെ സൊല്യൂഷൻ്റെ പേരാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. വലത്തെ സൈഡിൻ്റെ സൊല്യൂഷൻ്റെ പേരാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ രണ്ടും ചേർത്താണ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുക. അപ്പോൾ ഇടത്തെ സൈഡിൻ്റെ സൊല്യൂഷൻ ഉണ്ടാകുന്നത് എന്താ? ഇടത്തെ സൈഡിൻ്റെ സൊല്യൂഷൻ d + 1 × y എന്ത് ചെയ്യുക? d + 1 × y = 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇനി ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ നമ്മൾ എഴുതുക? ഡിക്ക് m കൊടുക്കുക. അപ്പോൾ d = m. അപ്പോൾ എന്നിട്ട് y എഴുതണ്ട, ഇവിടെ m കൊടുത്തിട്ട് m + 1 = 0. അപ്പോൾ m = -1. ഒറ്റ റിയൽ നമ്പറായ ഒരു റൂട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ എഴുതുക എങ്ങനെയാണ്? y = c1e⁻m1x. ഒരൊറ്റ റിയൽ റൂട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഇടത്തെ സൈഡിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ വിളിക്കുന്നത് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. വലത്തെ സൈഡിൻ്റെ സൊല്യൂഷനാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനത്തിന് നമ്മൾ ഫംഗ്ഷൻ ഓഫ് d × y = x². പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണുന്ന പരിപാടി എന്താ? പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈ ഫംഗ്ഷൻ ഓഫ് ഡിനെ ഇതിനെ താഴേക്ക് കൊണ്ടുപോവുക. x² ഫംഗ്ഷൻ ഓഫ് d. ഫംഗ്ഷൻ ഓഫ് d എന്ന് പറഞ്ഞാൽ എന്താ? d + 1 അല്ലേ? d + 1 ഇട്ട് കൊടുക്കുക. s² d + 1 പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഓക്കെ. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാം? അടുത്ത പരിപാടി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഈ d + 1 എനിക്ക് 1 + d എന്ന് എഴുതാമല്ലോ. അപ്പം ഞാൻ അതിനെ 1 + d എന്ന് ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ x²
ആ d+1 പകരം ഞാൻ 1+d എന്ന് ജസ്റ്റ് എഴുതി. അങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം അറിയാം, നിങ്ങൾ s² ഇതിനെ ഈ 1+d ഞാൻ താഴെയുള്ള സാധനത്തിനെ മുകളിലേക്ക് കൊണ്ടുപോകുക. മുകളിലേക്ക് ജസ്റ്റ് പോകുമ്പോൾ ഇവിടെയുള്ള പവർ, ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് 1, ഇവിടെ 1 അല്ലേ പവറുള്ള, മുകളിലേക്ക് പോകുമ്പോൾ അത് നെഗറ്റീവ് 1 ആവും. 1+d⁻⁻1x ഇൻവേഴ്സ് ആവും. ഇതിവിടെ പവർ 1 ആണ്, മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് കൊടുത്താൽ മതി. നെഗറ്റീവ് എന്നാണ് ഇൻവേഴ്സ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഞാൻ ഇപ്പം പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ എക്സ്പാൻഷൻ? 1+d⁻⁻1ൻ്റെ എക്സ്പാൻഷൻ എന്താ? 1 - d + d² - d³ + d⁻⁴ + എക്സെട്ര. ആൾട്ടർനേറ്റീവ്ലി മൈനസ് ആൻഡ് പ്ലസ് ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുക, എക്സ്പാൻഡ് ചെയ്തു. ഈ സാധനത്തിന് പകരം ഇത് കൊടുത്തൂടെ? അപ്പോൾ എന്നിട്ട് വലത്തെ സൈഡ് ഈ സാധനം ഇവിടെ ഇട്ട്, ഓക്കെ. അതിൻ്റെ എക്സ്പാൻഷൻ ഇവിടെ എഴുതിയിട്ട് ഈ എക്സ് ഇവിടെ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം, നിങ്ങൾ ഈ എക്സിനെ ഓപ്പറേറ്റ്, ഈ എക്സ്പാൻഷൻ സാധനം ഇതിനെ ഓപ്പറേറ്റ് ചെയ്യണം ഉള്ളിലേക്ക്. അപ്പോൾ ഓപ്പറേഷൻ തുടങ്ങാം. 1 × x എത്ര വരും? ഈ എക്സിനെ ഒന്നുകൊണ്ട് ഗുണിക്കുക. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് മൈനസ് d(x), d എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എന്ന് ഓർമ്മ വേണേ, d(x) പ്ലസ് d²(x), അടുത്ത d²(x) മൈനസ് എക്സെട്ര. നിങ്ങൾ നോക്കണേ ഒരു കാര്യം, ഇത് ദിസ് എക്സ് എഴുതി, ഡെറിവേറ്റീവ് ഓഫ് എക്സ് എത്രയാ? -1 പ്ലസ് d² എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഡെറിവേറ്റ് ചെയ്യണോ? എക്സിനെ 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് 1 കിട്ടിയില്ലേ? d²(x) എന്താ വരിക? d²(x) എന്ന് പറഞ്ഞാൽ d(x) എത്രയാ? 1 അല്ലേ? ഇപ്പോൾ d²(x) എത്ര വരും? ഇതിനെ പിന്നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഒന്നിനെ പിന്നെയും ഡിഫറൻഷ്യേറ്റ് എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ എക്സിനെ നമുക്ക് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് 1 കിട്ടും, രണ്ടാമത്തെ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് എന്തായി പോകും? 0. ഇനി അടുത്ത ടേം എന്തായിരിക്കും? d³ അല്ലേ? ഇവിടെ തന്നെ 0 ആയിരിക്കും. പിന്നെ d³ അങ്ങോട്ടുള്ള സാധനമൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. എല്ലാ സാധനം 0 ആയിരിക്കും. അപ്പോൾ എക്സ് ആയതുകൊണ്ട് ഒറ്റ ഡെറിവേറ്റീവ് എക്സ് മാത്രം മതി. ബാക്കി d²ഉം d³ എല്ലാ സാധനവും 0 ആയിപ്പോൾ. അപ്പോൾ ഈ സാധനം മാത്രം എക്സിസ്റ്റ് ചെയ്തു, x - 1. അപ്പോൾ നമുക്ക് കിട്ടി ഈ റൈറ്റ് ഹാൻഡ് സൈഡ് 1+d⁻⁻1x ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് x - 1 എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഈ സാധനമാണ് ഇത് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമ്മൾ എഴുതും ജനറൽ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എഴുതുക ജനറൽ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കൂട്ടണം പർട്ടിക്കുലർ ഇൻ്റഗ്രൽ CF + PI. CF എന്തായിരുന്നു? CF കിട്ടിയിരിക്കുന്നത് c1e⁻⁻x. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്താ കിട്ടിയിരിക്കുന്നത്? പർട്ടിക്കുലർ ഇൻ്റഗ്രൽ x - 1. ദിസ് ഈസ് ദ സൊല്യൂഷൻ. ഇതാണ് ജനറൽ സൊല്യൂഷനായ y ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സാധനങ്ങൾ കൊണ്ടുവന്നത്, ഓക്കെ. ആ ബൈനാമിയൽ എക്സ്പാൻഷൻ പഠിപ്പിച്ച് നിങ്ങൾ ഇതേപോലെ തന്നെ നമുക്ക് വേറെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് വേറെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത് d²y/dx² + y ഈസ് ഈക്വൽ ടു സം x³ ആയിക്കോട്ടെ. അപ്പം ഞാൻ എന്ത് എഴുതി? ഇതിനെ നമുക്ക് y പുറത്തെടുത്ത് d²/dx² + 1 × y ഈസ് ഈക്വൽ ടു x³. ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നത്? ഇതിനെ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, d എന്ന് പറഞ്ഞാൽ എന്താ? d എന്ന് പറഞ്ഞാൽ d/dx. d² എന്ന് പറഞ്ഞാലോ d²/dx² ആണ്. d²/dx² അല്ല. അപ്പോൾ ഇതിനെന്ത് വിളിക്കൂ? d² + 1 × y ഈക്വൽ ടു s³. അപ്പോൾ എന്താ വരിക? അപ്പോൾ നമുക്ക് കിട്ടും d² + 1 × y ഈസ് ഈക്വൽ ടു s³. പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്താ? പർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു x³ d² + 1. ഇതിനെ താഴോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുപോയി, അത്രയേ ഉള്ളൂ. ഇനി ഈ സാധനത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? s³ / 1 + d² എന്നായിരിക്കൂടെ? 1 + d². ദിസ് വൺ വി ക്യാൻ ടേക്ക് അപ്സൈഡ്. 1 + d² - 1. ഇതിൻ്റെ പവർ 1 അല്ലേ? മുകളിലേക്ക് പോകുമ്പോൾ -1 s³. ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം. പിന്നെ നമ്മൾ പരിപാടിയിലേക്ക് വരും. ഇതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചതാണ് y - d² പ്ലസ്, നിങ്ങൾ ശ്രദ്ധിക്കണേ എപ്പോഴും 1 + x⁻⁻1ൻ്റെ എക്സ്പാൻഷൻ 1 - x + s² - s³ + x⁻⁴ അങ്ങനെയാണ്. s² അങ്ങനെ വരും. ഇവിടെ എക്സിന് പകരം d² ആണേ. അപ്പോൾ എക്സ്പാൻഷൻ എങ്ങനെ വരുമെന്ന് നിങ്ങൾ ആലോചിക്കണം. 1 + d², 1 - d² പ്ലസ് d² വരും. ഇവിടെ എക്സിന് കൊടുത്താൽ ഇത് d², d²², ഇത് d²³ അങ്ങനെ വരും. അപ്പോൾ d⁻⁴ വരും, അടുത്തത് e⁻6 വരും, ഓക്കെ, എക്സെട്ര. സ്ക്വയർ 2, 4, 6 അങ്ങനെ വരിക.
ഓക്കെ, 1 മൈനസ് ഡി സ്ക്വയർ പ്ലസ് ഡി റേസ് ടു 4 മൈനസ് ഡി റേസ് 6 പ്ലസ് എക്സെട്ര. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. 1 മൈനസ് ഡി സ്ക്വയർ പ്ലസ് ഡി റേസ് ടു 4 മൈനസ് ഡി റേസ് 6 പ്ലസ് എക്സെട്ര ഇൻറ്റു എക്സ് ക്യൂബ്. ഈ 1 ഇൻറ്റു എക്സ് ക്യൂബിന് മൾട്ടിപ്ലൈ എന്ത് വരും? 1 ഇൻറ്റു എക്സ് ക്യൂബ്. 1 ഇൻറ്റു എക്സ് ക്യൂബിന് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ക്യൂബ്. അങ്ങനെ ഡി സ്ക്വയർ ഓഫ് എക്സ് ക്യൂബ് എന്താ വരിക? ഡി സ്ക്വയർ ഓഫ് എക്സ് ക്യൂബ് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 3x സ്ക്വയർ, പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 6x, പിന്നെ അത് മതി 6x. അങ്ങനെ എന്ത് 6x ആ? ഡി സ്ക്വയർ മൈനസ് ഡി സ്ക്വയർ അപ്പം മൈനസ് 6x വരും. പ്ലസ് ഡി റേസ് ടു 4, ഡി റേസ് ടു 4 ഓഫ് എക്സ് ക്യൂബ്. കണ്ടോളെ നോക്കിക്കോളെ, ഡി റേസ് ടു 4 ഓഫ് എക്സ് ക്യൂബ് കാണുന്നത്. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ 4 പ്രാവശ്യം ചെയ്യണോ? ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ 3x സ്ക്വയർ, പിന്നെയും ചെയ്യുമ്പോൾ 6x, പിന്നെയും ചെയ്യുമ്പോൾ 6, 4ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ഈ സാധനം എന്താണ്? ഡി റേസ് ടു 4 ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ സാധനം മുതൽ ഇങ്ങനെ ഇങ്ങോട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്താൽ ഇത് മുതൽ ഇങ്ങോട്ടുള്ള സാധനം ഡി റേസ് ടു 4 എക്സ് ക്യൂബ്, ഇത് മുതൽ ഇങ്ങോട്ടുള്ള സാധനം എല്ലാം എന്തായി പോകും? 0 ആയി പോകും. അപ്പോൾ ഇനിയുള്ള സാധനം മുഴുവൻ 0 കിട്ടും. അപ്പോൾ ബാക്കി ആൻസർ എസ് ക്യൂബ് മൈനസ് 6x ഇങ്ങനെ ഉണ്ടാകും. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കുലർ ഇന്റഗ്രൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ടില്ല, നോക്കണേ. ഇനി നമുക്ക് വേണ്ടത് ഓക്കെ, വേറൊരു ഫോർമാറ്റാണ്. ഇപ്പം നമ്മൾ എക്സ് സ്ക്വയർ വലത്തെ സൈഡിൽ വരുന്ന സാധനം പഠിച്ച്, നമ്മൾ വലത്തെ സൈഡിൽ എക്സ് റേസ് ടു എൻ ടൈപ്പിൽ വരുന്ന സാധനം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നമ്മളിനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഇ റേസ് ടു എ എക്സ് ഇൻറ്റു സം ഫങ്ഷൻ ഓഫ് എക്സ് വരുമ്പോൾ നമ്മൾ വലത്തെ സൈഡിൽ ഈ ടൈപ്പിൽ നോൺ ഹോമോജിനസിൻ്റെ വലത്തെ സൈഡിൽ ഈ ടൈപ്പിൽ സാധനം വരുമ്പോൾ നമ്മൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? ഫങ്ഷൻ ഓഫ് ഡി ഇൻറ്റു വൈ ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഫങ്ഷൻ ഓഫ് എക്സ്. ഉദാഹരണത്തിന് ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതാം, ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 2x, എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 2x. ഇങ്ങനെ ഒരു ചോദ്യം വന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക? ഞാൻ ചെയ്യാൻ പോകുന്ന ശ്രദ്ധിക്കുക. ഇവിടെ നല്ല നമുക്ക് വൈ പുറത്തെടുക്കാമല്ലോ. അപ്പോൾ വൈ പുറത്തെടുത്താൽ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ഡി ബൈ ഡി എക്സ് പ്ലസ് 4 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 2x. അങ്ങനെ എഴുതി വെക്കുക. ഇനി ഇതിൻ്റെ പേരെന്തേനു? ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിനെ വിളിക്കുക ഡി സ്ക്വയർ, ഡി ബൈ ഡി എക്സിനെ വിളിക്കുക ഡി. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ എഴുതുക, എസ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 2. ഡി സ്ക്വയർ മൈനസ് 4d പ്ലസ് 4 നമുക്ക് എങ്ങനെ എഴുതാം? ഡി മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ? ഡി മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു 2x. ഓക്കെ, അപ്പോൾ നമ്മളെ നോൺ ഹോമോജിനസ് ഇക്വേഷൻ ഇങ്ങനെയാണ് ഉള്ളത്. നമ്മുടെ നോൺ ഹോമോജിനസ് ഇക്വേഷൻ ഈ ടൈപ്പിലാണ് ഉള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് കാണാൻ പറ്റുമോ? ഇത് നമുക്കറിയാലോ ഇതിൻ്റെ സൊല്യൂഷൻ. ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എങ്ങനെയാണ്? ഡിക്ക് എം കൊടുത്താൽ പോരെ? ഞാൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണുന്നുണ്ട്. ജസ്റ്റ് ഇടത്തെ സൈഡിൽ ഡിക്ക് എം കൊടുക്കുക. അപ്പോൾ എം കൊടുത്താൽ എന്തൊരു എം സ്ക്വയർ മൈനസ് 4m പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ എം മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. എം മൈനസ് 2 2 പ്രാവശ്യം വരും, എം മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ എം ഈക്വൽ ടു 2,2. 2 റിപ്പീറ്റഡ് റൂൾസ്. അത് സ്ക്വയർ ആയതുകൊണ്ട് 2 പ്രാവശ്യം 2 റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സൊല്യൂഷൻ എഴുതുക, കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എഴുതുക. C1 ഇ റേസ് ടു m1x. രണ്ടാമത് എഴുതാൻ പോയിട്ട് x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് C2 ഇ റേസ് ടു m1x എഴുതും. m1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ ആൻസർ ഇങ്ങനെ വരും, C1 ഇ റേസ് ടു 2x
പ്ലസ് എക്സ് ഇൻറ്റു c2 e raised to 2x. ദിസ് ഈസ് ദ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കിനി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാം. നമുക്ക് എന്ത് കണ്ടത്? പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാൻ വേണ്ടി നമ്മളെ സാധനം നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളുള്ള പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ താഴോട്ടേക്ക് എടുക്കും. അപ്പോൾ d-2 നമ്മൾ ഇതിൻ്റെ വലത്തേ സൈഡിൻ്റെ താഴോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ എഴുതുകയാണ്. പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു s² ഇൻറ്റു e raised to 2x ബൈ d-2 ഹോൾ സ്ക്വയർ. അങ്ങനെ അവിടെ എഴുതി വെച്ച്. ഓക്കെ, തന്നെയാണ് പരിപാടി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചോളെ. നോക്കാം, ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. എന്തൊക്കെയാ ഞാനൊന്നും കൂടി ഇവിടെ മാറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ ഈസ് ഈക്വൽ ടു x² ഇൻറ്റു e raised to 2x ബൈ d-2 ഹോൾ സ്ക്വയർ. ഇവിടെ രണ്ട് സാധനങ്ങളുണ്ട്. ഒരു x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, പിന്നെ ഒരു e raised to 2x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷനാണ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ, simultaneously we can't operate these two functions x² and e raised to 2x. അന്നേരം നമ്മൾ എന്താ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഈ ഫംഗ്ഷനിലെ ഈ e raised to e raised to ax സമയത്ത് എത്രയാണെന്ന് വരിക, a is equal to 2. ഇതിനെ ഞാൻ പിടിച്ച് വലിച്ച് ഞാൻ ദൂരോട്ടേക്ക് കൊണ്ടുപോകും. ഇതിനെ ഞാൻ വലിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ദൂരോട്ടേക്ക് മാറ്റി വെക്കുക. e raised to 2x ദൂരോട്ടേക്ക് കൊണ്ടുപോയി വെച്ച്, ബാക്കി സാധനത്തിന് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ടാക്കി എഴുതുക x². ഇതിനെ വലിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി ദൂരോട്ടേക്ക്. അപ്പോൾ ബാക്കി സാധനത്തിന് x² എഴുതി ഒരു അടിയിലൊരു വര വരെയും. നിങ്ങൾ ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള ഈ സാധനം ഇല്ലേ, ഈ 2 ഇല്ലേ, ഈ 2നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഡീൻ്റെ കൂടെ. ഡിക്ക് പകരം നമ്മൾ ഡീനെ ചേഞ്ച് ചെയ്തിട്ട് d+2 എന്നാക്കി കൊടുക്കുക. അതായത് ഇങ്ങനെയാണ് നമ്മളെങ്കിൽ e raised to ax ബൈ ഇങ്ങനെയാണ് x raised to x² ബൈ d, ഇങ്ങനെയല്ലേ, d-2 ഹോൾ സ്ക്വയർ ഇങ്ങനെയല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ സാധനത്തിനെ നമ്മളിതിനെ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് e raised to ax ഇങ്ങനെ മാറ്റി എഴുതുമ്പോൾ ബാക്കി x² അവിടെ എഴുതി ഈ എനെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഡിക്ക് പകരം എന്ത് കൊടുക്കുക, d+a എന്നാക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ വരിക, 2 അല്ലേ ഇവിടെ അല്ലേ. അപ്പോൾ ഡിക്ക് പകരം നമ്മൾ d+2 എന്നാക്കി കൊടുക്കുക. d+2 -2 ഹോൾ സ്ക്വയർ. ഡിക്ക് പകരം ഇവിടെ അല്ല 2 ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഡിക്ക് പകരം d+2 -2. അപ്പോൾ +2 -2 എന്തായി പോകും, ഈ +2 -2 ക്യാൻസൽ ആയി. അപ്പം ബാക്കി ആൻസർ എന്താ, e raised to 2x ദൂരോട്ട് എഴുതുക. x² ബൈ അടിയിൽ d² എന്നുണ്ടാവും. അടിയിൽ d². എന്താ d² എന്ന് പറഞ്ഞ സാധനം, d 1/d എന്ന് പറഞ്ഞ ഡെറിവേറ്റീവ് അല്ലേ. d എന്ന് പറഞ്ഞ ഡെറിവേറ്റീവ് 1/d എന്ന് പറഞ്ഞാലോ ഇൻ്റഗ്രൽ. 1/d² എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻ്റഗ്രേറ്റ് 2 ടൈംസ്, ഇൻ്റഗ്രേറ്റ് 2 ടൈംസ്, 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ 1/d², ഇതിനൊന്നും ചെയ്യരുത്, ഇത് കുറച്ച് ദൂരോട്ട് വെക്കണേ. e raised to x e raised to x ദൂരോട്ട് വന്നിട്ടെ. 1/d² ഓഫ് x² എന്ന് പറഞ്ഞാൽ എന്താ, 1/d² ഓഫ് x². x² എന്ന് പറഞ്ഞാൽ ഈ x² നമ്മൾ 2 പ്രാവശ്യം 1/d² അല്ലേ, 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ e raised to x² ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x³ 3 കിട്ടും. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to 4/12 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് e raised to x എഴുതുക, x raised to 4/12. ദിസ് ഈസ് ദി പെർട്ടിക്കുലർ ഇൻ്റഗ്രൽ. ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് ടെക്നിക്സ് നമ്മളിപ്പം പഠിച്ചിരിക്കുന്നത്.
ഓക്കെ. ഇനി നിങ്ങൾക്ക് തന്ന നോട്ട്സിലുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ, നിങ്ങളെ ബുക്കിലുള്ള ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇതിൽ ഓക്കെ, ഞാനൊരു കുറച്ച് ഒരു വിഷമമുള്ള വേറൊരു ചോദ്യം ചെയ്യാമല്ലേ നോക്കളെ? അല്ല, സിമ്പിളായിട്ടുള്ള പറഞ്ഞ ശേഷം ചെയ്യാം അല്ലേ? സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങളെ ബുക്കിൽ തന്നിരിക്കുന്ന നോട്ട്സ് പ്രകാരമുള്ള ഒന്ന്. d²y/dx² മൈനസ് 8 dy/dx പ്ലസ് 16y = 0. ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷനാണ്. ഇതൊരു ഹോമോജീനിയസ് സാധനമല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡ് 0, ജസ്റ്റ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. ഇടത്തെ സൈഡ് സൊല്യൂഷൻ മാത്രം എഴുതിയാൽ മതി. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതുക? നമ്മൾ നേരത്തെ പോലെ തന്നെ d²y/dx² മൈനസ് 8 dy/dx പ്ലസ് 16 y = 0. y എല്ലായിടത്തും പുറത്തെടുത്താൽ മതി. ഇതിനെ വിളിക്കുന്ന പേര് d², ഇതിനെ വിളിക്കുന്ന പേര് d, ഇതിനെ 16, അങ്ങനെ y = 0. ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഓക്സിലറി ഇക്വേഷൻ എഴുതണം. അതിന് ഡിക്ക് എം കൊടുക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y എഴുതണ്ട. m² മൈനസ് 8m പ്ലസ് 16 = 0. ഇതിനെ സോൾവ് ചെയ്താൽ m - 2 ഇൻറ്റു m - 6 മൾട്ടിപ്ലൈ ചെയ്താൽ 2 2 16 അല്ലേ? അത് 4² ഇതിങ്ങനെ എഴുതാം. m - 4 ഹോൾ സ്ക്വയർ = 0. a - b ഹോൾ സ്ക്വയർ പേജ് എക്സ്പാൻഡ് ചെയ്യുക. a² - 2ab പ്ലസ് b². അപ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട് m = 4, m രണ്ട് റൂട്ട് റിപ്പീറ്റിംഗ് റൂട്ടാണ്. റിപ്പീറ്റിംഗ് റൂട്ട് വരുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? y = c1 e⁻m1x പ്ലസ് അടുത്ത് എഴുതാൻ പോകുമ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് c2 e⁻m1x എഴുതുക. ഈ 4 എന്നുള്ള സാധനം ഇവിടെ കൊടുത്തു വെച്ചാൽ മതി. സംഭവം കഴിഞ്ഞു. c1 e⁻4x പ്ലസ് x ഇൻറ്റു c2 e⁻4x. ദിസ് വൺ ഈസ് ഓവർ. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ അതിന്. ഓക്കെ, അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. d²y/dx² പ്ലസ് 4y = 0. d²y/dx² പ്ലസ് 4y = 0. ഇനി നമുക്ക് എങ്ങനെ ഇതാ ഡി പുറത്തെടുത്ത് ഇങ്ങനെ ഇതാക്കിയിട്ട് d²/dx² പ്ലസ് 4 ഇൻറ്റു y = 0. ഇതിൻ്റെ പേര് d². 4 ഇൻറ്റു y = 0. ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ ഡിക്ക് m കൊടുക്കുക. അപ്പോൾ എന്ത് വരും? m² പ്ലസ് 4 = 0. m² = -4. m =
പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് 4. എന്താ റൂട്ട് മൈനസ് 4 എന്ന് പറഞ്ഞാൽ റൂട്ട് മൈനസ് 4ൻ്റെ വില പ്ലസ് ഓർ മൈനസ് 2i ആ. 4ൻ്റെ വില 2, -1ൻ്റെ റൂട്ട് -1 പറഞ്ഞാൽ i ആ. റൂട്ട് -1 i ആണ്. ഇതൊക്കെ അറിയാലോ നിങ്ങൾക്ക്. അറിഞ്ഞുകൊണ്ട് ഡൗട്ട് ചോദിക്കണം കേട്ടോ. റൂട്ട് -1 i ആണ്. 4ൻ്റെ വില 2, പ്ലസ് ഓർ മൈനസ് 2i എന്ന ആൻസർ വരും. ഇതൊരു കോംപ്ലക്സ് പെയർ ആണ്. എങ്ങനെയാണ് കോംപ്ലക്സ് പെയർ ഉള്ളത്? ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. ഇവിടെ ആൽഫ എത്രയാ? 0 പ്ലസ് ഓർ മൈനസ് 2 ബീറ്റ, 0 പ്ലസ് ഓർ മൈനസ് 2i. ആൽഫ സമം 0യും ബീറ്റ സമം 2. ആൽഫ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ബീറ്റ ഈസ് ഈക്വൽ ടു 2. ആൽഫ ഈക്വൽ ടു 0 ആൻഡ് okay, alpha equal to 0 and beta is equal to 2. Alpha equal to 0 and beta equal to 2. അപ്പോൾ ആൽഫ എങ്ങനെ വരിക? നമ്മൾ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ്. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ കേസിൽ ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. അപ്പോൾ 0 പ്ലസ് ഓർ മൈനസ് 2i ആണെങ്കിൽ ഇ റേസ് ടു 0x, ആൽഫക്ക് 0 കൊടുക്കുക, ബീറ്റയ്ക്ക് 2, C1 കോസ് 2x പ്ലസ് C2 സൈൻ 2x. ഇ റേസ് 0ൻ്റെ വില 1 ആണ്. അതുകൊണ്ട് ആൻസർ ഫൈനൽ ആൻസർ C1 കോസ് 2x പ്ലസ് C2 സൈൻ 2x. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. അങ്ങനെ ഉണ്ടായോ? ഇനി നിങ്ങളെ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ളത് നമുക്ക് ചില സമയത്ത് സോൾവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ സ്ക്വയർ ഇത് ഉപയോഗിക്കുക, അത്ര തന്നെ. ചില സമയത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നോക്കിക്കോളാം. d² y by dx square plus 10 into dy by dx plus 29y equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എഴുതും. ഇതിന് നമുക്ക് d² plus 10d plus 29 into y is equal to 0 എന്ന് എടുക്കുക. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കുറച്ച് പാടാണ്. നമ്മൾ d സമയം m കൊടുക്കുക. എന്നിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ m² plus 10m plus 29 equal to 0. ഇത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഏത് ടെക്നിക്ക് ഉപയോഗിക്കാം? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടെക്നിക്കാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്ന ടെക്നിക്കില്ലേ? എന്താ? ax² പ്ലസ് bx പ്ലസ് c is equal to 0 സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക x കാണാം -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac by 2a. ഇങ്ങനൊരു സാധനം ഉപയോഗിക്കില്ലേ? അത് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? m is equal to ഇവിടെ സാധനം എന്താണ്? -10 പ്ലസ് ഓർ മൈനസ് -10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b², 10² മൈനസ് 4 into 1 into 29, 4 into ac 29 divided by 2 into a. എത്രയാ? a1. അപ്പോൾ നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും -10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 100 മൈനസ് 116 by 2 ദാറ്റ്സ് ഈക്വൽ ടു -10 പ്ലസ് ഓർ മൈനസ് റൂട്ട് -16 divided by 2 ദാറ്റ്സ് ഈക്വൽ ടു -10 പ്ലസ് ഓർ മൈനസ് റൂട്ട് -16 എന്ന് പറഞ്ഞാൽ എത്രയാ? റൂട്ട് -16 4i by 2 ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് ആൻസർ വരിക -5 ഡിവൈഡ് ചെയ്യുക. -5 പ്ലസ് ഓർ മൈനസ്
രണ്ടായി. ഇതൊരു ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ടൈപ്പാണ്. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. അപ്പോൾ എങ്ങനെ വരിക? ആൽഫ പ്ലസ് ഓർ മൈനസ് ഫൈവ് പ്ലസ് ഓർ മൈനസ് 2i അല്ലേ? അപ്പോൾ ഇത് ആൽഫ, ഇത് ബീറ്റ. ആൽഫ ഈക്വൽ ടു -5, ബീറ്റ ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് കിട്ടും e⁻⁴ ഒരു പെയറിലേ ഉള്ളൂ, c1 cos βx പ്ലസ് c2 sin βx. ആൽഫ എന്ന് പറഞ്ഞാൽ -5 ഇവിടെ കൊടുക്കുക, e⁻⁻5x ഇൻറ്റു c1 cos ബീറ്റ എന്ന് പറഞ്ഞാൽ 2 c1 cos 2x പ്ലസ് c2 sin 2x. This is the final answer completed. Okay. ഒരു മഴ പെയ്യുന്നുണ്ട്, ഭയങ്കര സൗണ്ട്. അപ്പോൾ നോയ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.